അഭിജിത് ഭായി നമസ്കാരം. ഇത് നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ സിസ്റ്റം. നമ്മൾ ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് ഐറ്റം. ഇതിൽ ഞാൻ ടെസ്റ്റിംഗ് എന്നുള്ള നിലയിൽ ഞാൻ ഇത് ഓൾറെഡി ഇപ്പോൾ ജസ്റ്റ് പെയർ ചെയ്തു കേട്ടോ. ഈ സി, ഇതിൻ്റെ റിസീവർ സി, ഇത് ഞാൻ ഇത് വെച്ച് ഇത് ലൈറ്റ് നോക്കിക്കോളൂ, ലൈറ്റ് ബ്ലിങ്ക് ആകുന്നത് കാണാം. ഇതിൻ്റെ സി ഉപയോഗിച്ച് ഞാൻ പെയർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സി ഉപയോഗിച്ച് പെയർ ചെയ്ത് കഴിഞ്ഞു. ഒന്നുകൂടെ നോക്കിക്കോളൂ, ഇത് ഓക്കെ, പെയർ ആയിട്ടുണ്ടത്. നെക്സ്റ്റ് ഇനിയിപ്പോൾ ഞാൻ റിവേഴ്സ് തിരിച്ച് പെയർ ചെയ്ത് കാണിക്കാം. ഇത് അതായത് തിരിച്ച് നമ്മുടെ ഈ റിമോട്ടിൽ തന്നെ പെയർ ചെയ്യണമല്ലോ തിരികെ. അതിപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. അതായത് പ്രസ് ചെയ്തു, ഞാൻ ഇത് സി വെച്ച് പെയർ ചെയ്തു, ഇതായി. ഇനി ഇത് നോക്കിക്കോളൂ, ഇതാ സി പ്രസ് ചെയ്യാൻ, ഇതിൻ്റെ പെയർഡാണ്, പെയർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി നേരത്തെയുള്ള ഈ റിമോട്ടിൻ്റെ സി വെച്ച് പ്രസ് ചെയ്യാം, പെയർ ആവില്ല. കണ്ടല്ലോ, ഓക്കെ, കറക്റ്റാണ്, ഓക്കെയാണ്. കാരണം ഇത് ഈ രീതിയിലായിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു സിസ്റ്റത്തിൽ ഈ റിമോട്ട് വർക്ക് ചെയ്യുകയും ഈ റിമോട്ടിൽ പെയർ ആകാതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സെയിലിനെ ബാധിക്കും തീർച്ചയായിട്ടും. കാരണം പലയിടത്തും ഡിമാൻഡ് ഈ റിമോട്ടോടൊപ്പമുള്ള പല കൺട്രിയിലും ഈ റിമോട്ടോടൊപ്പമുള്ള സിസ്റ്റമാണ് ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ട്രെൻഡ് ചേഞ്ചായി ഇതാണ് കൂടുതലായി ആവശ്യപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ശരി, താങ്ക് യു.